ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് അറിയുന്നത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു നേരമാണ് കേട്ടോ. അപ്പോൾ അർജൻറ്റായിട്ട് മറ്റോളാണ് കേട്ടോ എഴുതാൻ ബുക്കും പേനയും കൊണ്ട് വന്നിരിക്കുന്നത്. ഓളെയാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. ഓളെ സ്കൂൾ ചേർത്തിയിട്ടൊന്നുമില്ല, പക്ഷേ ഓലെ വായിപ്പിക്കണണ്ട ഇവളെ ഒപ്പം വായിപ്പിക്കണം. അപ്പോൾ കളർ കൊടുക്കുന്ന തിരക്കും വായിച്ചുന്ന തിരക്കും എഴുതുന്ന തിരക്കും ഒന്നായിട്ടേക്കാരം. മറ്റോല് വായിക്കുകയാണെങ്കിൽ അവരുടെ ബുക്ക് എടുത്തുകൊണ്ട് അതിൽ കുത്തി വരയ്ക്കുക. എന്നിട്ട് ഓക്കായിട്ടൊരു ബുക്ക് വാങ്ങിക്കൊടുത്താൽ അത് 2 ദിവസം കൊണ്ട് അതിൻ്റെ പേജ് മുഴുവൻ തീർത്തരും. ഇതാണ് അവളുടെ അവസ്ഥ. എന്നിട്ട് പറയും ബുക്കത്തെ പേജ് കഴിഞ്ഞു പറയും. ഒരു വരയുള്ളൊരു ബുക്കിൽ ഒരു പേജിൽ ഒരു വര ഇടും, പിന്നെ കുത്തിവരക്കും, പിന്നെ അടുത്ത പേജ് എടുക്കൂല. പിന്നെ ഒരു 4 കഴിഞ്ഞിട്ട് പിന്നെ പേജ് കഴിഞ്ഞു പറയും. അതിൻ്റെ മുന്നത്തെ കാണിച്ചു കൊടുത്താൽ അപ്പോൾ പറയും ഇതിൽ പേജില്ല, ഇത് കഴിഞ്ഞിക്കണ് പറഞ്ഞാണ്ട് തർക്കം കൂടാൻ വരും. എന്നിട്ട് ഞാൻ അവരുടെ പഴയ ബുക്ക് എടുത്തുകൊണ്ട് പിന്നെ അതൊന്ന് കൊടുക്കും. ഇതിൽ ഇത്രയും പേജ് ഉണ്ടായാൽ അതൊന്നും പറ്റൂല അവൾക്ക്. പെൻസിലും അതേമാതിരി നല്ലത് തന്നെ വേണം കേട്ടോ. ഇനി ആരെങ്കിലും കളർ എടുക്കുകയാണെങ്കിൽ അതും വേണം അതേമാതിരി നല്ലത്. വായിപ്പിക്കാൻ നിന്നുള്ള അവസ്ഥയാണത്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഓരോന്ന്. ഇതാണ്ടില്ലേ ഇവൻ ബോക്സ് കൊണ്ട് കളിക്കട്ടോ. അവൻ്റെ ബോക്സാണത്, അതാണ് ഓൻ കളിക്കുന്നത്. ഒരു നേരം നമ്മൾ ഇങ്ങോട്ടാണ് തിരിഞ്ഞാൽ അപ്പുറത്ത് ഒരു കളിക്കാരം. എന്നാലും എഴുതാനത് വേഗം എഴുതോ. മാത്സ് ഭയങ്കര ഇഷ്ടമാണ്, അത് വേഗം എഴുതി തീർത്തുന്നുള്ളൂ. വേറെ ഒന്നും അങ്ങനെ വായിക്കാനാണ് ഭയങ്കര മടി. ABCD നമ്മളതിൻ്റെ അടിയിൽ കൂടെ ABCD ഇതാക്കണം. ഇവിടെ ഒരുത്തം കണ്ടില്ലേ, ഒരു കയ്യുമ്മ എന്തെങ്കിലും ഒരു ചെറിയൊരു കുരു ഉണ്ടായാൽ ആ കുരു കുത്തി പൊട്ടിച്ച് അല്ലെങ്കിൽ കടിച്ച് പൊട്ടിച്ച് എന്തെങ്കിലും ചെയ്ത് മുറിയാക്കൂട്ടോ. എന്നിട്ട് ഇതന്നെ എനിക്കൊരു പണി നേറാണ്, ഭയങ്കര നീറ്റലാണ് ഇറങ്ങാണ്ട് കരഞ്ഞിരിക്കും. എഴുതാൻ വിളിച്ചാൽ അതാണ് ഓൻ്റെ അവസ്ഥ. എഴുതണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇതാണ് അവസ്ഥ. കൈ മുറിയാക്കുക, കാലും ഒരു ചെറിയൊരു കുരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെൻസിൽ കൊണ്ട് കുത്തി മുറിയാക്കുക. എന്നിട്ട് അത് ഭയങ്കര നീറ്റലാണ്. ഇപ്പോൾ സ്കൂൾക്ക് പോകാൻ ചെരുപ്പിട്ടപ്പോൾ അവിടെ ഭയങ്കര നീറ്റലായിരുന്നു. ഇവൻ പിന്നെ കൈ മുറിയാക്കി വന്നിട്ടുണ്ട്, കുത്തിപ്പഴുത്ത് കൈ കീറി. അത് പിന്നെന്താ ഒരാൾ ഞാൻ കാണിച്ചുതരാം. അവന് വായിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ വേഗം ഉറക്കം വരുന്നുണ്ട് പറഞ്ഞാൽ അതിൻ്റെ ചോട്ടിക്കാണ് പോകും. പിന്നെ മലയാളം ഭയങ്കര ഇഷ്ടമാണ് വായിക്കണത്. അതേമാതിരി ഓൻ അറിയാത്തതാന്ന് ഞാൻ വായിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഓന് വേഗം ഉറക്കം വരിക, ഫുഡ് കഴിക്കാൻ പോവുക. ഓനില്ല പണിയാണ് അതൊക്കെ. ഇതൊക്കെ അപ്പോൾ വായിച്ച് നിർത്തി. ഞാൻ ഇപ്പോൾ അവിടെ ഓനെ ശ്രദ്ധിച്ചപ്പോത്തിന് ഇവൻ ചെന്നുങ്ങാണ്ട് ടേബിളിൻ്റെ ചോട്ട് പോയി കടന്നിക്കണ്. അത് എഴുതി എന്നാണ് പറയുന്നത്. ഒക്കെ എഴുതിയിരിക്കണു, പക്ഷേ ഒന്നും ഇങ്ങോട്ട് തെളിഞ്ഞ് കാണില്ല എഴുതിയത്. എന്തൊക്കെയോ എഴുതി മണ്ടിയൊക്കെയാണ്. മറ്റോളം കണ്ടോ, ഓളെ എഴുതണീൻ്റെ അപ്പോൾ ഓൾക്കും എഴുതാണ്ട് പറഞ്ഞാണ്ട് എഴുതുക. ഇവ കളിക്കുകയാണ് കേട്ടോ. ഓന് 4-5 പെൻസിലുണ്ട്, കോർപ്പിച്ചങ്ങാണ്ട് കളിക്കണം. എല്ലാവരുടെ വീട്ടിലും ഇതേക്കാരല്ലേ സ്ഥിതി. മൂത്തവരെ വായിപ്പിക്കാനിരിക്കുമ്പോൾ ഇവരിങ്ങനെ ചെയ്താൽ നന്നായിട്ട് വായിപ്പിക്കാൻ പറ്റും. ഇതവസ്ഥ. ഓനോട് പഠിക്കാൻ പറഞ്ഞാൽ ഓന് ബൈക്ക് വിട്ടുങ്ങാണ്ട് പോവുകയാണ്. ആ പോയാണ് ടേബിളിൻ്റെ ചോട്ടിലെത്തിയത് കടന്നുറങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.